ഇന്ന് ഉത്സവമാണ്, നമുക്ക് പോണം. നീ പോയിക്കോ, എനിക്ക് വരാൻ പറ്റൂല. മുതലാളി പറഞ്ഞു കോട്ടയത്തുനിന്ന് പോകണമെന്ന്. ഇന്നോ ഉത്സവമായിട്ട്? എന്താ മുതലാളി പറഞ്ഞ പോകാതിരിക്കാൻ പറ്റുമോ? ഇത് അവസാനത്തെ പോക്കാ. ഇനി ആര് പറഞ്ഞാലും ഞാൻ എവിടെയും പോവില്ല. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ലളിതേ, ഉത്സവ പരിപാടിയുടെ നോട്ടീസ് എല്ലാം അച്ചടിച്ചു കൊടുത്തു പോയല്ലോ, പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലോ? നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ നോട്ടീസിൽ എന്റെ പേരിട്ടത്? നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആളുകളല്ലേ. എല്ലാ വർഷവും ഉത്സവത്തിന് ലളിതയുടെ ഡാൻസ് ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കാതെ പേര് വെച്ചത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ വർഷം ഡാൻസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷം ഉത്സവത്തിനെല്ലാം എന്റെ ചേട്ടനും ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. അമ്മേ, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ലളിത പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്നാ പറയുന്നത്. ഡാൻസ് നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തല പുറത്തു കാണിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അമ്മ ലളിതയോട് ഒന്ന് പറയണം. അവരെല്ലാരും കൂടി ഇത്രയൊക്കെ പറയുന്നില്ലേ മോളെ? നമുക്ക് പോകാം. നിങ്ങൾ ചെല്ലു, ഞങ്ങൾ വരാം. അല്ല ലളിതേ? അങ്ങനെ ഇനി കോട്ടയത്ത് ഒന്നും പോകുന്നില്ലെന്ന് പറഞ്ഞാ എവിടുന്ന് പോയിരിക്കുന്നു. അയാൾ ഇനിയും കോട്ടയത്ത് പോകും. നിന്നെ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ അയാളെ കോട്ടയത്ത് പറഞ്ഞു വിടും. കാണുക, ഒരാൾ എന്നെ കാണാൻ മാത്രമാണോ ചെയ്യുന്നത്? കാണുകയല്ല, ഇപ്പോ അനുഭവിക്കല്ലേ. ദൈവത്തെ പോലെയാണ് കരുതിയിരുന്നത്. ആ നീ എന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. എന്നിട്ട് നിനക്ക് വേണ്ടിയല്ലേ തൊഴിലാളികളെ ദ്രോഹിച്ചത്? നീ എന്നെ കൊണ്ട് പോലീസുകാരനെ കൊല്ലിച്ചില്ലേ? നീയാണ് അതൊക്കെ ചെയ്യിച്ചെന്ന് ഞാൻ പോലീസിനോട് പറയാൻ പോകും. മാഡമല്ലേ, എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ. നിങ്ങൾ വാ. തുടരുത് തന്നെ. അയ്യോ! വന്നേ, ഇറങ്ങിയെടുക്കൂ. നെഞ്ചിലെ മുറിവിന് 3.5 ഇഞ്ച് നീളമുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഒറ്റ കുത്തിന് കൊന്നിരിക്കുന്നു. ഗോപിയും തങ്കപ്പനും കൂടിയാണ് കൊന്നത്. എന്താ സംശയമുണ്ടോ? ഗോപിയും തങ്കപ്പനും നാരായണപിള്ളയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അയാൾ ഒരു പെറ്റീഷൻ തന്നിരുന്നു. അവരിവിടങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങൾക്കിതുവരെ അവരെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്ക് എല്ലാ തരത്തിലും വേണ്ടപ്പെട്ട ഒരാളാണ് നഷ്ടപ്പെട്ടത്. അവരിനി പിടിക്കും തന്നെയായിരിക്കും. എന്റെ രക്ഷ ഞാൻ നോക്കണ്ടേ? അതിനു വേണ്ടിയാണ് ഈ തോക്ക്.